പാറമകാവിന്റെ ആന നിൽക്കണ പോലെ അല്ല സെൻട്രൽ ആന നിൽക്കുക അപ്പുറത്ത് ഞായറാഴ്ചയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് റെസ്റ്റ് വേണ്ട, ഞങ്ങൾക്ക് അജൂസ് വേൾഡിന്റെ വീടും പരിസരവും വൃത്തിയാക്കി ഇടണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് നല്ല ഭംഗിയിൽ കോളാമ്പിയൊക്കെ നിൽക്കുന്നില്ലേ. കളപ്പുല്ല് വരുന്നേലത്തെ ഏറ്റവും ഒരു അപകടകാരി ഈ സാധന മുത്തങ്ങ. ഇന്ന് ചായക്ക് കടി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലത്തെ ചക്കയാണ്. വലിയ വിലയില്ല കേട്ടോ ഈ സാധനത്തിന്. വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ കൂട്ടത്തിലുള്ള പ്രതിഷേധം പറച്ചിലിട്ട് ചെമ്പകം ആരാണ് നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഹൈറ്റ് എത്തി കഴിഞ്ഞാൽ ആള് മരിക്കും. ഞാൻ മരിച്ച നല്ല കണ്ടന്റ് ആയത് ചെമ്പകം. ശ്വാസം കിട്ടുന്ന പോലെ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടുന്ന പോലെ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മള് കാലത്ത് വീടും പരിസരവും വൃത്തിയാക്കലാണ് കേട്ടാ. ഞങ്ങൾക്ക് പണിയില്ല, ഞങ്ങൾ കൈയും കെട്ടി നോക്കിക്കുന്ന പരിപാടിയുള്ളൂ. നമ്മൾ വർഷക്കാലത്തിന്റെ തുടക്കം എന്തായാലും നമ്മുടെ വീടിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് എല്ലാതും ചെടികളും പുല്ലും ഒക്കെ ഉള്ള കാരണം അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ നിർത്തണമല്ലോ. പാമ്പുകൾ ഈ പുല്ലുകളിലേ ഇപ്പൊ പുല്ല് കറക്റ്റ് ആയിട്ട് ടൈമില് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടി നിർത്തന്നെ വേണം. നമ്മൾ പേൾ ഗ്രാസ് വെക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വിചാരം പേൾ ഗ്രാസിന് അങ്ങനെ വെട്ടി നിർത്തേണ്ട ആവശ്യമില്ല എന്നായിരുന്നു. പക്ഷെ പേൾ ഗ്രാസും വെട്ടിയിൽ കണ്ട് ഇവിടെയൊക്കെ കാലിങ്ങനെ താന്നു പോകും. നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര കനത്തിലായി പുല്ല് ഈ ഭാഗമൊക്കെ. പിന്നെ നമ്മുടെ ഈ ചെടികളൊക്കെ ഇല്ലേ ഒരു ലക്ക് കെട്ട മട്ടായി എല്ലാവരും. ഇതിപ്പോ നല്ല ഭംഗിയില് നിൽക്കണ, പക്ഷെ ഇത് വെട്ടും. ഇതൊക്കെ ഇവൻ കട എന്തൊരു ഭംഗിയാ നോക്കിയേ കടാ. ഇത് ശരിക്കും നോക്കിയാ തൃശ്ശൂർ പൂരത്തിന് മറ്റേ ഈ പാറമകാവിന്റെ ആന നിൽക്കണ പോലെ അല്ല സെൻട്രൽ ആന നിൽക്കുക അപ്പുറത്ത് ഇത്രയും ഭംഗിയല്ലേ. സെൻട്രൽ ആന നിൽക്കുക അപ്പുറത്തും മറ്റുള്ള ആനകൾ നിൽക്കണു ഒരു നല്ലൊരു ഭംഗിയില്ല. അകലം എടുത്ത് നോക്കിക്കേ, അത് മാത്രമായിട്ട് നോക്ക്. അങ്ങനെ സാധിപ്പിച്ചു നോക്കിയേ. ഇതൊക്കെ വെട്ടും, എല്ലാം വെട്ടും. ഇവര് പണി തുടങ്ങി. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മോരടിച്ചേ. ഒരു മിനിറ്റ് ഒന്ന് നിർത്തിയേ. നമ്മുടെ ഇബ്രാഹിം ഇക്ക എവിടെ ഫോൺ? ആ ഉണ്ടല്ലോ, ഉണ്ടായി മതി. ഒരു മിനിറ്റ് ഒന്ന് നിർത്തോ ജയ്സൺ ചേട്ടാ. അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് റെസ്റ്റ് വേണ്ട, ഞങ്ങൾക്ക് അജൂസ് വേൾഡിന്റെ വീടും പരിസരവും വൃത്തിയാക്കി ഇടണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ജയ്സൺ ചേട്ടൻ എന്റെ ടീം വന്നിരിക്കുകയാണ്. ഇന്നലെ വരാന്നാണല്ലോ പറഞ്ഞേ. പറ്റില്ല, വേറെ സ്ഥലത്ത് വർക്ക് ഉണ്ടാവൂല്ലേ. വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ ഹൈറ്റിലുള്ള ആള് പോയാ. ആൾക്ക് വേറെ സ്ഥലത്തുണ്ടാ? ആ പിന്നെ നിങ്ങളെ കൊണ്ടാക്കാൻ വന്നതാ? അതെ, വെറുതെ കാണാൻ വന്നതല്ലേ. പുല്ല് നമ്മുടെ വീഡിയോ കാണുന്നതിൽ കുറെ പേരെ വീട്ടിലിങ്ങനെ പുല്ല് മിറ്റത്തൊക്കെ ഗാർഡനുകളുണ്ട്. അപ്പൊ അവർക്ക് പരിപാലിപ്പിക്കാൻ വേണ്ടിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ ഇത് എന്ത് തരം ഗ്രാസ് ആണ്, ഇത് എങ്ങനെയാണ് ഇതിന്റെ മെയിൻ്റെനൻസ് എന്നൊക്കെ കമന്റ്സ് വരാറുണ്ട്. അപ്പോൾ ചിലർക്ക് വീട് പണി കഴിഞ്ഞിട്ട് ചുറ്റും പുല്ല് വെക്കണം എന്നുണ്ടാവും. അവർക്ക് എങ്ങനത്തെ വെക്കേണ്ട പേൾ ഗ്രാസ്, ഇത് പേൾ ഗ്രാസ് ആണ് കേട്ടാ. അപ്പോൾ ഇതിന്റെ മെയിൻ്റെനൻസ് പറഞ്ഞാൽ ഇതിങ്ങനെ വെട്ടി നിർത്തണം, വളം കൊള്ളൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ പുല്ല് വെട്ടണമെങ്കിൽ ജെയ്സന്റെ ഫോൺ നമ്പർ തരാം, നിങ്ങൾ വിളിച്ചു നോക്കുക. ആളുകൾക്ക് ഈ പുല്ല് വെട്ടുന്ന ആളുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറെ പേര് ബുദ്ധിമുട്ടാവോ നമ്പർ കൊടുത്താ? ഇല്ലല്ല, അല്ല ഇപ്പൊ ഇവർക്ക് നല്ല വർക്ക് ഉണ്ടേ, കിട്ടാ പാടാ. അപ്പൊ ഈ ചെടികളും എല്ലാതും വെട്ടി നിർത്തുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വെട്ടി നിർത്തിക്കോട്ടാ. അത് വെട്ടില്ലേ, അത് പൂവല്ലേ നിറച്ച്. അപ്പൊ പൂവുണ്ടല്ലോ, അത് വെട്ടിയില്ലോ. ഇത് വെട്ടണ്ട ഇത് നല്ല ഭംഗിയിൽ കോളാമ്പിയൊക്കെ നിൽക്കുന്നില്ലേ. അതിന് ഹൈറ്റ് വെച്ച് പൂ ഇല്ല, അത് അത്രയ്ക്ക് കഴിയുമ്പോ പിന്നെ ഞാൻ ഇവിടെ ഇല്ലേ. എന്തിന് ഇവരാകുമ്പോ അതിന്റെ വൃത്തിക്ക് വെട്ടിയോളൂ. ഇത് ഒരു കുഴപ്പമില്ല, പൂവുണ്ട്. ബാക്കിയുള്ളൊക്കെ വെട്ടിക്കോ. ഇത് വെട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളൊക്കെ വെട്ടിക്കോ, ഇതൊക്കെ വെട്ടിക്കോ, എല്ലാം വെട്ടിക്കോ. ബാക്കി പൂവല്ലാന്ന് അല്ലാന്ന് ചേട്ടാ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വെട്ടുണ്ടല്ലോ, ഇതുമല്ലൊക്കെ പൂവില്ലേ. അത് വെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ വെട്ടിക്കോ, എല്ലാം വെട്ടിക്കോ. ഇതൊക്കെ വെട്ടാൻ പറഞ്ഞിട്ടുണ്ട് സനീഷ്. എല്ലാം വെട്ടിക്കോ. സൺഡേ മൺഡേ പൂ ഉണ്ടാവണില്ല, വല്ലാണ്ട് വളർച്ചയോ. ഈ സാധനത്തിന് എന്താ ചെയ്യാ? അതെ, അത് വന്നോളും. ഇതിനെന്താ ചെയ്യാ? വെട്ടി ഒതുക്കോട്ടാ. കംപ്ലീറ്റ് നല്ല ഭംഗിയിലാണ് നിക്കണേ. പൂക്കളില്ലെങ്കിലും നിറയെ നല്ല തിക്കലായിട്ട് നല്ല ഭംഗിയിൽ. പണി തുടങ്ങിക്കോ. അപ്പൊ ശരി, അപ്പൊ നിങ്ങളുടെ പണികൾ നടക്കട്ടെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഷൂട്ട് ചെയ്യാം. ഇത് കളയണ്ട അല്ലേ? സൺഡേ മൺഡേ എന്താ പൂ ഉണ്ടാവാത്ത ചോദിച്ചാ സനീഷിനോട്. അതവിടെ കളയാം. ഒരു മിനിറ്റ്, വഴിയിൽ കളയാം. ഇത് കാണാണ്ടായില്ലേ, കണ്ട കംപ്ലീറ്റ് മുങ്ങിപ്പോയി. ഈ പുല്ല് കളപ്പുല്ല് വരുന്നേലത്തെ ഏറ്റവും ഒരു അപകടകാരി ഈ സാധന.
മുത്തങ്ങ കണ്ട. ഇത് കളയാൻ ഭയങ്കര പണിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ കിഴങ്ങുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വലിച്ചാലും ആ കിഴങ്ങ് അടിയിൽ തന്നെ ഉണ്ടാവും. അപ്പം അത് ഇങ്ങനെ പോണോടത്ത് അതിൻ്റെ വേര് പോണോടത്തൊക്കെ ഈ സാധനം വരും. അപ്പോൾ ഒരു വെട്ടട്ടെ, പണി തുടങ്ങി. പുല്ല് മുഴുവനെ ആ ഫ്രണ്ടിലത്തെ വഴിയില്ലേ അവിടെ കൊണ്ടിട്ടാൽ മതി. ഈ സാധനം വേണ്ട കേട്ടാ, ഇത് വേണ്ട. ഈ സാധനങ്ങൾ കംപ്ലീറ്റ് കളഞ്ഞോ. ഇതുമ്മ വരുന്ന പുഴു കാറ്റർപില്ലറാണെന്ന് പറയുന്നുണ്ട്. ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയില്ല. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഇതിനെ നിർത്തി കഴിഞ്ഞാൽ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ചെടി മുഴുവൻ ഇലകളില്ലാണ്ട് ഇതായി പോവും. അയ്യോ, അതിൻ്റെ ഭംഗിയൊക്കെ പോയി. ഇന്ന് അല്ല വെട്ടിക്കോ, അത് ഭംഗിയായിക്കോളും. എന്തൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ സരിതൻ്റെ അതിൻ്റെ ഭംഗി പറഞ്ഞോളൂ. ലോകത്തില് അതെ, ലോകത്തില് ഒരു സ്ഥലത്തും കാണാത്ത കാര്യമാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ചായക്ക് കടി ചക്ക. ഇന്ന് ചായക്ക് കടി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലത്തെ ചക്കയാണ്. ഇത് പഴുത്തുണ്ടോന്ന് അറിയില്ല, നോക്കിയിട്ട് വീണ് പോവല്ലേ. ഓ നല്ല മണമുണ്ട്. ഇവർക്ക് 4 ചുള പറിച്ചാണ് കൊടുക്കാം. അവര് ചക്ക പഴുത്ത് തിന്നോന്ന് ചോദിച്ചു നോക്കിയേ. ചക്ക തിന്നാത്ത ആളുകളുണ്ടാ? ഉണ്ടാവും. ദൈവം തിന്നില്ലല്ലോ നിതിൻ. ഞാൻ ഒരു 5-6 ചുള അവർക്ക് പറിച്ചു കൊടുക്കാം. ദ്രുതഗതിയിൽ നമ്മുടെ പൂന്തോട്ടം ഗാർഡൻ അടിപൊളിയാക്കി കൊണ്ടിരിക്കാനായിട്ട് ഇവർ. നിങ്ങൾ ചക്ക തിന്നോ? ഇല്ലെങ്കിൽ വേണ്ടാ. ഇല്ലെങ്കിൽ ഇനി കഷ്ടപ്പെട്ട് ഞാൻ തന്നെ തിന്ന് തീർക്കണം. അങ്ങനെ പറയും ചേട്ടാ. എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്നില്ല. പറഞ്ഞ് എനിക്ക് തന്നെ മതി. ചായ കുടിക്കാൻ പോയതേ ചൂടാർന്നു. ചായ PGA എങ്ങനെയുണ്ട് ചക്ക നോട്ടേട്ടാ. മധുരം ഇത്തിരി കുറവാ. ചിലർക്ക് ചക്ക കഴിക്കാൻ പേടിയാ. ചക്ക പഴുത്ത് കഴിക്കോ? ഇഷ്ടല്ലാന്ന് പറഞ്ഞേ. ഇഷ്ടാന്നാ പറഞ്ഞേ. അതെ, ശരിക്കും കടി വാങ്ങിക്കുകയാണെങ്കിൽ ഈ വക ബുദ്ധിമുട്ടില്ല ചേട്ടാ, വളരെ എളുപ്പാ. ചക്കകള് അതെ അതിലൊരെണ്ണത് ചെയ്യാത്ത ചക്കകൾ ഉണ്ടെങ്കിൽ വേണേ കൊണ്ടേക്കോ. മറ്റേ ഇബ്രാഹിമിക്കനെ കാണാനില്ലല്ലോ, ആളെ എവിടെ പോയി? ആളെ പുല്ല് കളയാൻ പോയേക്ക. ദൈവമേ, സൺഡേ മണ്ടേക്ക് ഈ വരുവായ. ഇതൊക്കെ ഇനി വളരുവായിരിക്കുംല്ലേ. സൺഡേ മണ്ടേക്ക് ഇത് ഇത്രക്കായിട്ട് നടന്നായിരുന്നു. അത് നന്നായി കുറ്റി പോലെ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സനീഷ്. അയ്യോ, ഈ സാധനത്തിന്റെ പേരെന്തിട്ടായിരുന്നു? ഇതിന്റെ പേരെന്തിട്ട് ചേട്ടാ? ഇത് ചെടിയുടെ പേര്? കുഴപ്പമില്ല, എന്തെങ്കിലും ആവട്ടെ. ചായ കുടിക്ക് പോയിട്ട് ഞങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കാം. ഇതിപ്പോ വീഡിയോ കണ്ടോണ്ടിരിക്കണവര് ഇതിന്റെ പേര് വിളിച്ച് പറയുണ്ടാവും. പേര് പറഞ്ഞു തരുന്നുണ്ടാവും നമുക്ക്. വയലറ്റ് പോവാ പേര് മെലസ്റ്റോമ. എനിക്ക് ഈ വക പേരുകളൊക്കെ ഞാൻ എപ്പോഴും മറക്കും. ചെത്തി, ചെമ്പകം, ചെമ്പരത്തി അങ്ങനത്തെ പേരുകളൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. ഈ വക പേരുകൾ ഓർമ്മയുണ്ടാവില്ല. നിങ്ങളുടെയൊക്കെ വീട് എവിടെയാ? ചാഴൂര്. എല്ലാവരും ചാഴൂര് അല്ലേ? ചിലവർക്ക് ചക്ക തന്നെ പേടിയാ. എൻ്റെ അച്ഛന് ചക്ക തിന്നാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ചക്ക ഇങ്ങനെ വെട്ടി നന്നാക്കണേ മുന്നേ അമ്മ ചുക്ക് വെള്ളം വെച്ചിട്ടുണ്ടാവും. ഇത് കഴിച്ചതിൻ്റെ പിന്നാലെ ചുക്ക് വെള്ളം കുടിക്കും. അപ്പോൾ ഓക്കെ, ഈ ഗ്യാസ് കയറിയിട്ടേ ഇപ്പം ഞാൻ പറക്കേണ്ട ആവശ്യമില്ലല്ലേ. അപ്പോൾ അവർ ചായ കുടിച്ചിട്ട് കഴിക്കാനാ.
കോഴി തിന്നില്ല. ചക്ക തിന്നും, ചക്കക്കുരു ഒഴിച്ച് ബാക്കിയൊക്കെ തിന്നും. ഇവിടെയൊക്കെ കാട്ടുകൂടിയാണണ്ട, ഇതൊക്കെ കുറ്റിയേക്ക് നിർത്തി. പൂവുണ്ടായിരുന്നു, ഇതിനാണ് ഇങ്ങനെ തല ചെത്തിയിട്ടാ. ഇത് അന്നും ഇങ്ങനെ കുറ്റിയേക്കിതാ, എന്നിട്ട് പിന്നെ വന്നതാ. ഒരു ചായ കുടിച്ചോട്ടെ. എന്തായാലും വെളിവായി ഇവിടെ. ഇനി ഇവിടേക്ക് വരും. ഇവിടെ വെട്ടി തുടങ്ങി, പുല്ല് വെട്ടി തുടങ്ങി. പുല്ല് വെട്ടി. ഇപ്പൊ ഇവര് പുല്ല് കേടാ, ഈ കല്ലില് എടുത്തിട്ടില്ലേ, പുഴുക്കം കൂടുതല്. അതെ 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 അതെ, ഉഷ്ണതരം. മറ്റേ സാധനത്തിന്റെ പേര് പറയാറിയോ? സൂര്യപ്രകാശം ഏൽക്കുമ്പോ വരുന്ന സാധനല്ലേ, സൂര്യഗ്രഹണം. അല്ല, സൂര്യഗ്രഹണല്ല, വേറൊരു പേരാ. സൂര്യാതാപം കേട്ടിട്ടില്ലേ? അല്ല, അതിന്റെ ഒരു വോയിസ് കേട്ടിട്ടില്ലേ? സൂര്യാതാഘാതാപാതം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാള് പറയാൻ കിട്ടാണ്ടേ. ഈ പുല്ല് വെട്ടനേക്കാളും ബുദ്ധിമുട്ട് ഈ കല്ലുകൾ തെളിഞ്ഞു കാണണല്ലോ, അതിന്റെ ചുറ്റുള്ളത് വെട്ടാനാണ് ഇത്തിരി പണി. അത് തന്നെ. ചേട്ടൻ എന്നോട് 2 ദിവസം മുന്നേ പറയായിരുന്നേ, നമുക്കൊരു അങ്ങനത്തെ പുല്ല് വെട്ടണം, ഇങ്ങനെ ഓടിക്കണ മെഷീനില്ല, അത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് വെട്ടാവുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ആ മെഷീൻ ഓടിക്കണ പോലെയല്ല, മെഷീൻ ഓടിക്കൽ വേഗം കഴിയും. ഈ കല്ല് മരം ഒന്നുമില്ലാണ്ട് ഇങ്ങനെ മറ്റേ ഗോൾഫിന്റെ ഇതൊക്കെ പോലെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ആ മെഷീൻ വാങ്ങിച്ചാൽ മതി, നമുക്ക് ഓടിച്ചു കൊണ്ടുപോവാം. നമുക്ക് ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കണം, മരങ്ങളുടെ അറ്റത്ത് ഒരു ഭാഗങ്ങളൊക്കെ. ഞാനേ അതല്ല, ഈ നമ്മുടെ ഈ പ്രാഞ്ചേട്ടൻ, ആ സിനിമയിൽ പെടുന്ന പ്രാഞ്ചേട്ടൻ്റെ ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമല്ലേ മമ്മൂട്ടിയുടെ വീട്. ആ വീട്ടിലത്തെ അതൊരു ഡോക്ടറുടെ വീടാണ് തൃശ്ശൂർ. ആ വീടിൻ്റെ മുന്നിൽ നിറയെ ഇങ്ങനെ പുല്ല് പിടിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ട് ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ആ ഡോക്ടർ ഒരു 65-70 വയസ്സായിട്ടുള്ള ആളാണ്. ഈ പുല്ല് വെട്ടണത് ഇതുപോലത്തെ ഒരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. ആളെന്നെയാ പുല്ലുവെട്ട, ഡോക്ടർ തന്നെ പുല്ലുവെട്ട. അപ്പോൾ ഞങ്ങളന്ന് പോയപ്പോൾ ആ വീട് ഷൂട്ട് ചെയ്യാൻ വെറുതെ പോയപ്പോൾ ഡോക്ടർ പറയാ, ഞാൻ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഞാൻ ഈ പുല്ലുവെട്ടലൊക്കെ ഗാർഡനിങ്ങൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ആളെ മക്കളൊക്കെ വേറെ എവിടേക്ക് ബാംഗ്ലൂർ എവിടേക്ക് പഠിക്കുന്നത്. അപ്പോൾ ആളും വൈഫും മാത്രമല്ലോ. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഇതുപോലെ നിറയെ മരങ്ങൾ അങ്ങനെ വലിയ മരങ്ങളുള്ളോ, വലിയ 2-3 മരങ്ങളുള്ളോ ആ ഈ സിനിമ കണ്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കും പുല്ല്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുല്ല് വെട്ടുന്ന സാധനം ഒരെണ്ണം വാങ്ങിക്കാമായിരുന്നു എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വെടുപ്പായിക്കാണ് കേട്ടോ അവര്. അപ്പോൾ ഇവിടെ ഒരു മാറ്റം സംഭവിപ്പിച്ചിട്ടുണ്ട്. അത് സരിത ഒന്ന് വിശദമായി പറഞ്ഞു കൊടുത്ത ഇതിന്റെ സംഗതി. അവളിന്ന് തൊലിക്കുകയാണ്. എന്നിട്ട് വിശദമായി പറഞ്ഞു. ഇവിടെ ബെഞ്ച് ഉണ്ടായിരുന്നല്ലോ, ബെഞ്ച് വെറുതെ പുല്ലിലിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരുന്ന് മാങ്കോസിന്റെ കിടക്കി ഇരുന്നിട്ട് ഇനി എഴുതാൻ വേറെ സ്ഥലമില്ലല്ലോ ഇവിടെ, അതുകൊണ്ടാണല്ലോ അത് ഇങ്ങോട്ട് മാറ്റിയിട്ടെ. അപ്പൊ ഇവിടെ എഴുതാനിരിക്കുമ്പോഴത്തെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് വലുതും ഈ പുല്ലില് നിറയെ കിടക്കുന്നുണ്ടാവുമെന്ന് പേടി. അപ്പോൾ അങ്ങനത്തെ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഇതേ കടപ്പിട്ടു. സനീഷ് വന്നിട്ട് കടപ്പ അതിനടിയിലിട്ട് ഇത് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ ഇപ്പൊ ഇനി മഴക്കാലം തുടങ്ങണം. അപ്പൊ മഴക്കാലത്ത് ഇവിടുന്ന് എഴുതാൻ പറ്റാണ്ടാവുമ്പോ ചേട്ടൻ ഇതിന്റെ മുകളില് ഒരു മേൽക്കൂര വേണമെന്ന് തോന്നുന്നു. ഒരു ചുക്കൂലിയ ഇതിപ്പോ അങ്ങനെ തോന്നി വലുതും ചെയ്യാൻ നോക്കി ഇവിടെ കൊലപാതകം നടക്കും. അതല്ല, ഈ കടപ്പിട്ടത് എൻ്റെ അഭിപ്രായപ്രകാരല്ലടാ, ഞാൻ പറഞ്ഞിട്ടല്ല, സരിതയാണ് പറഞ്ഞത്. അതിന്റെ അടിയിൽ എന്തെങ്കിലും ഇട്ടോ വന്നിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പാമ്പ് വന്ന് എടുക്കും. അത് കാരണം കൊണ്ട് പുല്ലാണ് ഇവിടെ, പുല്ലിങ്ങനെ വളർന്നു ഭയങ്കര, ഇത്ര ഹൈറ്റിലെ പുല്ല് നിന്ന് തുടങ്ങുന്ന അതിന്റെ അടിഭാഗത്ത്. അതല്ല മെയിനായിട്ട് പ്രശ്നം. ഈ പുല്ലിന്റെ ഇടയിൽ വെക്കുമ്പോ ഇതിൽ പൊത്തുകളുണ്ടാവും, ചെറിയ പൊത്തുകളുണ്ടാവും. ഇതില് ഇവിടെ ഈ വശത്ത് മാത്രം അങ്ങനത്തെ പൊത്ത് കുറേ ഉണ്ട്. ഞണ്ടുകൾ ഉണ്ടാകണം, കാരണം ഇതിന്റെ അപ്പുറം പാടല്ലേ. അപ്പോൾ ഇങ്ങനെ നിറച്ച് പൊത്തുകളുണ്ട്. ഞണ്ടുകൾ ഇങ്ങനെ ഇതിൽ കൂടെ ഒക്കെ നടന്നു പോണ് കാണാം. ഇവിടെ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാം, ഈ വശത്തൊക്കെ കാണാം. അപ്പൊ ചിലപ്പോൾ നമ്മളിങ്ങനെ, ഞാനിപ്പോ അവിടെ അടുക്കളയിൽ നിന്നിട്ട് പണിയെടുക്കുമ്പോ ജനലേ കൂടെ ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പാമ്പ് പോണ് കാണാം കേട്ടാ. ചിലപ്പോ ആ പാമ്പ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനത്തെ പൊത്തിലേക്ക് പോണ് കാണാം. നീർക്കോലിയും ചേരയൊക്കെ വശത്തുണ്ട്. അല്ല, ചിലപ്പോൾ ആണെങ്കിലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞു അതിന് ഇവിടെ കടപ്പിട്ടിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ധൈര്യമായിട്ട് വന്നിട്ട് ഇരിക്കലോ എന്ന് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ടാ ഈ ഇതിട്ടത്. ഇത് വലിയ വിലയില്ല കേട്ടോ ഈ സാധനത്തിന്. ആദ്യം തന്നെ ഞാൻ പറയാം, നിസ്സാരമായ പൈസയല്ലോ കടപ്പിട്ട് പോണത്. ഇനിയിപ്പോൾ ഇത് ഉറച്ചിട്ടില്ലേ കേട്ടാ, ഇന്നലെ ഇട്ടുള്ളോ. അപ്പൊ ഇത് ഉറച്ചു കഴിഞ്ഞിട്ട് ഇത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ കൂട്ടത്തിലുള്ള പ്രതിഷേധം തെറിവിളി
ചീത്ത വിളി പേടിച്ചിട്ട് അത് വീഡിയോ എടുത്തില്ല ചേട്ടൻ. അല്ല എന്നിട്ട് നിങ്ങൾ കയറ്റി വയ്ക്കാന്ന് അവൻ പറഞ്ഞു. അവൻ നാളെ വന്നിട്ട് കയറ്റി വയ്ക്കാന്ന് പറഞ്ഞു. അതൊക്കെ പിടിപ്പിച്ച് വെച്ചോണം കേട്ടോ കംപ്ലീറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുകയെന്ന് വരിക അതുകൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ. അതിപ്പോൾ പിന്നെ വേറൊരു വിഷമകരമായ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാശ് ചെലവഴിച്ച് വലയിട്ടാലും ഇടയ്ക്ക് ഇതിൻ്റെ ഏതോ ഭാഗത്ത് ചേട്ടൻ ഇങ്ങനെ എവിടെയോ ഓട്ടയുണ്ടെന്ന് തോന്നുന്നു. അതിൽ കൂടെ അണ്ണാറക്കണ്ണ ഉള്ളിൽ കയറുന്നുണ്ട്. ഉള്ളിൽ കയറി നമ്മളൊരു 2-3-4 കിലോനൊക്കെ പൊട്ടിച്ച് തിന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ. മുതലായിണ്ട്. ഇനിയിപ്പോൾ ഇത് ആക്കണം. നന്നായി പഴുത്തത് അപ്പളത്തേക്കും കിട്ടാവോ? അണ്ണാറക്കണ്ണന്മാർ ഉള്ളിൽ കയറുന്നുണ്ട്. ഇവിടെയാണ് പുല്ല് വെട്ടുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാ മരങ്ങളും വലുതായി തുടങ്ങി. ഇതൊക്കെ നമ്മുടെ അവക്കാടേനെ കിടക്കും. നല്ല വലിപ്പമില്ല ഇത് അവക്കാട. ഇത് ചെമ്പകം വെക്കാൻ പാടില്ലല്ലോ വീട്ടില്, അങ്ങനെയല്ല പറയണേ. നമ്മുടെ ഹൈറ്റിനായി കഴിഞ്ഞാ അങ്ങനെ പറയില്ലേ, വെച്ചാള് മരിക്കുന്ന എന്തൊക്കെയോ പറയണേട്ടുണ്ട്. ചെമ്പകം നമ്മളൊക്കെ ഒഴിച്ചിട്ടുണ്ട് പണ്ട്. അതെ, മണാണ് ഏറ്റവും നൊസ്റ്റാൾജിയ. പണ്ട് കാലത്ത് ചെമ്പകം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനോട് ഭയങ്കര ആകർഷണം. ആളുകൾക്ക് വീട്ടിൽ വെക്കാൻ ആഗ്രഹമുള്ള സാധനം ചെമ്പകമായിരുന്നു. കുട്ടികള് 2 സൈഡ് ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോ ഒക്കെ ഈ മുടിയുടെ ഇടയിൽ ഇങ്ങനെ 2 സൈഡ് ഇട്ടിട്ട് വരും ചെമ്പകം. അപ്പൊ ഞാനും ചെമ്പകം ഇടും. എങ്ങനെയാ ബോക്സിന്റെ ഉള്ളിൽ വെക്കുക. എനിക്ക് അതിന്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. തലയിൽ വെക്കാൻ എനിക്ക് ഇഷ്ടമില്ല, ബോക്സിൽ വെക്കും. പ്രത്യേകിച്ച് ഓറഞ്ച് കളറുള്ള ചെമ്പകത്തിന്റെ മണം. ഞാൻ കഥ പറയട്ടെ. പിന്നെ ലാങ്കി എന്ന് പറയുന്ന സാധനം ഉണ്ട്, അതിന്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചേട്ടനോട് എപ്പോഴും പറയാറുണ്ട്, അതേ ഏതെങ്കിലും നഴ്സറിയിൽ അതിന്റെ തൈ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വെക്കാൻ അല്ലേ. അവിടെ ചെമ്പകത്തിന്റെ കാര്യം പറട്ടെ. പറഞ്ഞോ, വല്ല പെണ്ണുങ്ങൾക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ടാവും. അല്ല, വലിയ പെണ്ണുങ്ങൾക്കൊന്നല്ല. ചെമ്പകപ്പൂവ് ഈ ആളുകള് വലിയ ചെമ്പകം വീട്ടിലുള്ളവര് ചെക്കന്മാര് ചെമ്പകപ്പൂവ് പൊട്ടിച്ചിട്ട് കാലത്ത് സൈക്കിളുമേ ചെമ്പകപ്പൂവ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സൈക്കിൾ മോടെ നമ്മുടെ ഈ വഴികോടെയൊക്കെ പോവും, വിൽക്കാൻ പോവും. 5 പീസിയും 3 പീസിന് കിട്ടാ. അപ്പൊ എല്ലാവർക്കും വീട്ടിൽ ചെമ്പകം വേണം. അപ്പൊ അന്നൊരു ചൊല്ലല്ല, ഒരു പറച്ചിലുണ്ട്. ചെമ്പകം ആരാണ് നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഹൈറ്റ് എത്തി കഴിഞ്ഞാൽ ആള് മരിക്കും എന്ന് പറയുന്നു. ചെമ്പകം ആ ഹൈറ്റ് എത്തി കഴിഞ്ഞാൽ. അപ്പം അതൊന്നും ആളുകൾ നോക്കിയില്ല, നമ്മൾ നോക്കിയില്ല. നമ്മൾ മണ്ണുത്തിയിൽ പോയിട്ട് നമ്മൾ ചെമ്പകം വാങ്ങിച്ചു. പിന്നെ ഇവിടെ ആരോഗ്യ ചെമ്പകം വാങ്ങിച്ചു കുഴിച്ചിടാനായിട്ട്. അങ്ങനെ നമ്മുടെ വീട്ടിൽ കുഴിച്ചിട്ട് ഒട്ട് ചെമ്പകമാണ്. അതായത് ഏകദേശം ഇത്രയ്ക്ക് ആകുമ്പോഴേ അതിന് ചെറിയൊരു മൊട്ടുണ്ടായിരുന്നു. ഇത്രയ്ക്ക് വീരാകുമ്പോഴേക്കും പൂവുണ്ടാവും. അങ്ങനെ നമ്മൾ നമ്മുടെ മുറ്റത്ത് അടിപൊളിയായിട്ട് ഒരു ചെമ്പക തൈക്കൊക്കെ നല്ല വിലയുണ്ട്. അത് നമ്മൾ വാങ്ങിച്ചു, പിന്നെ വേറെ ആളുകൾ വാങ്ങിച്ചു. നമ്മുടെ വീടിൻ്റെ പഴയ ഓടിട്ട വീടിൻ്റെ മുന്നിൽ ഞങ്ങൾ എല്ലാവരും ഈ ചെമ്പകം നട്ടു. കുഴി കൂത്തിയിട്ട് ചാണകം വെച്ചിട്ട് നല്ലത് നട്ടു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൂവ് അങ്ങോട്ട് വിരിഞ്ഞു, നല്ല ഭംഗി. അവിടെ ഒരു വീടുണ്ട്, അവരെ വീട്ടിലത് വിരിഞ്ഞിട്ടില്ല. അവരുടെ വീട്ടിലും ചെമ്പകം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഈ ചെമ്പകം പൂവ് മുട്ടിങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പിറ്റേ ദിവസം കാലത്ത് ആ ചെമ്പക തൈയില് അതിങ്ങനെ വലിച്ച് വെച്ചിട്ട് അത് ഉണങ്ങി വാടി നിൽക്കണം. പിറ്റേ ദിവസം കാലത്ത് ആരാണ് വലിച്ചിങ്ങനെ വെച്ച് പൊക്കി വെച്ച് അതിന്റെ വേര് പടലല്ലേ. നിങ്ങള് മരിക്കണത് ഇഷ്ടമില്ലാത്ത ഏതോ അയൽക്കാരനാണ്. കാരണം ഇത് വലുതായി കഴിഞ്ഞാൽ നിങ്ങള് മരിക്കില്ലേ. ഒരു കാര്യം അയലൊക്കെക്കാരാണ് ചെയ്തിട്ടുള്ളത്. അത് അല്ല, നമ്മള് വെച്ചാളുടെ ഹൈറ്റ് എത്തുമ്പോഴല്ലേ മരിക്കുക. അപ്പൊ നമ്മുടെ ഹൈറ്റ് എത്താണ്ട് നോക്കിയാ പോരെ, വെട്ടി നിർത്തിയാ പോരെ അല്ലേ. അല്ല, അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ പിന്നെ ആ ചെമ്പകം പിന്നെ ചെമ്പകം വെച്ചില്ലേ, അങ്ങനെ ഉണങ്ങിപ്പോയി. ഇങ്ങനെ പറയില്ലേ, 8 അടി മൂർഖൻ എന്ന് പറഞ്ഞ പാമ്പുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ 8 അടി നടക്കുമ്പോഴത്തേക്കും നമ്മൾ മരിക്കുന്നു. 7 അടി അതൊക്കെ ബാലിശമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. അല്ല, അങ്ങനെ ചെമ്പകം വെച്ചിട്ട് അത് പിടിച്ചില്ല. പിന്നെ ആ ചെമ്പകത്തിനോട് ചെമ്പകത്തെ പിന്നെ വെക്കാൻ നോക്കിയില്ല. അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്. നമുക്ക് ചെമ്പകം വെച്ചാലോ? ഇനി ചെമ്പകം വെക്കാനൊന്നും പറ്റില്ല. എവിടെ മരങ്ങൾ വെക്കാൻ പറ്റും? ഇനി മരങ്ങൾ വെക്കാൻ സ്ഥലമില്ല. ചേട്ടന് ഇഷ്ടപ്പെട്ടതാണ്, ചേട്ടൻ ഇപ്പോഴായാലും വാങ്ങിച്ചിട്ട് വരും. എനിക്ക് ചെമ്പകപ്പൂ ഇഷ്ടം തന്നെയാണ്. ഇനിയിപ്പോ ഞാനിപ്പോ ഇത് വെച്ചിട്ട് എന്റെ ഹൈറ്റ് വയ്ക്കാൻ ഞാൻ വെച്ചോളാം, എനിക്ക് പ്രശ്നമില്ല. എന്റെ ഹൈറ്റിലെത്തിയിട്ട് ഞാൻ മരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ വെച്ചൂടെ? പിന്നെന്താ ചെമ്പകപ്പൂ വയ്ക്കുന്നത്? മരിച്ചിട്ട് നമ്മൾ കാണാനല്ലേ, നമ്മളിത് കാണാനല്ലേ വെക്കുന്നത്. നമുക്ക് നോക്കാലോ, ഇത് ഈ അന്ധവിശ്വാസത്തിൽ കഴമ്പുണ്ടോന്ന് അറിയാലോ. അതിൽ അന്ധവിശ്വാസമൊന്നുമില്ല. ഞാൻ മരിച്ച നല്ല കണ്ടന്റ് ആയത് ചെമ്പകം വെച്ചു എന്ന് പറഞ്ഞിട്ട്. അത് വെട്ടി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അടുപ്പ്. ഇത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതിൽ ഓടി നടന്നിട്ടുള്ള വീഡിയോ
കല്ല് തെറിച്ചു, കല്ല് തെറിച്ചത്. ആ അപ്പൊ ഇവിടെ ഇരിക്കണ്ടാവാ. കല്ല് തെറിക്കില്ല, കല്ല് തെറിക്കി കണ്ണിലേക്ക് പോകും കല്ല്. നീ കഴിയട്ടെ കേട്ടോ, അവരടിച്ചു വാരിട്ടൊക്കെ കഴിയട്ടെ. അങ്ങനെ ജെയ്സനും കൂട്ടരും പുല്ല് വെട്ടിപ്പോയി. എൻ്റെ അമ്മ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിമനോഹരമായിട്ടുണ്ട്. ഇപ്പം എന്തുട്ടാ ഇവിടുത്തെ എവിടെ നോക്കിട്ടാ പറയണേ? അല്ല എവിടെ നോക്കിട്ടാ പറയണ അതിമനോഹരം? എന്താ നല്ല ഭംഗിയില്ലേ ഇത്? ഇത് നോക്കിയേ, ശ്വാസം കിട്ടണ പോലെ. എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടണ പോലെ കേട്ടാ. ഒരു കാര്യം കുറേ സ്ഥലമായ പോലെ തോന്നാ. അതായത് ഇവിടേക്ക് ഇങ്ങനെ നമുക്ക് നടക്കാനൊന്നും വഴിയില്ലാത്ത പോലെയല്ലേ നിന്നോടനെ. അപ്പം അതൊക്കെ ഒതുങ്ങിയപ്പോൾ സ്ഥലം കുറേ ആയ പോലെ തോന്നാം. മനോഹരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ ഉണങ്ങിയ പോലെ. അപ്പോൾ പുല്ല് വെട്ടി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇനി കുറച്ച് ദിവസം മഴയൊക്കെ കിട്ടി പുല്ലിന്റെ ഇത് വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി വരാൻ. ഇപ്പൊ അതിമനോഹരം ഒന്നല്ല, 3-4 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമാവും. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഈ പുല്ലക്കില് ഈ വഴിയിലത്തെ പുല്ല് കളഞ്ഞില്ല കേട്ടോ, അത് ഞാൻ തന്നെ വലിച്ച് കളയണം. അത് ഇവർക്ക് പറ്റില്ല, അത് ഈ വഴിയിലത്തെ കേട്ടാ. അത് മറ്റേ ഈ ഇതാണ്. അത് പറയുമ്പോ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതിന്റെ ഉള്ളി കൂടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് ഈ കടപ്പിട്ടേക്കണതും വെള്ളാരം കല്ലുകൾ ഇട്ടേക്കണത്. എന്നിട്ട് പോലും അതിന്റെ ഇടയിൽ കൂടെ എവിടെ നീ മുത്തങ്ങ വരണേ? ഇത് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ചാർലിക്കും ഇമ്രാനും വൈറ്റ് വാനും വരുമ്പോൾ തിന്നാനായിട്ടുള്ള ഏരിയയാണ് ഒരുക്കേണ്ടത്. ഇവിടെ തിന്നണ്ട പുല്ല് തിന്നണം ചാർലി കേട്ടാ. വൈറ്റ് വാൻ ഇല്ലെങ്കിലും ചാർലിക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ 2 പുല്ല് കടിച്ച് തിന്നണം. വാ അങ്ങോട്ട് പോവാ, നല്ല രസമാണ്. ഇതൊക്കെ വെട്ടി ആ കടലാസ് പൂവിന്റെ ആകെ നിന്നോടന്ത്. അത് ഞാനേ ഇതിങ്ങനെ. പക്ഷെ എനിക്ക് ഇവിടെ ഒരു ഭംഗി, എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു കാട് പിടിച്ച പോലെ നിന്നോടന്ത്. പിന്നെ ഇതിന്റെ ചില്ലിയും കൂടി ഇവിടെ ഒരു ആർച്ച് പോലെ വന്നത്, അതൊക്കെ എനിക്ക് കള്ളന്മാരെ വിളിച്ചിരുന്നവരെ അറിയില്ല. അതിനെല്ലാം CCTV വെച്ചാണ്. അതല്ല, ഇതിങ്ങനെയല്ല ഞാൻ വിചാരിച്ചു കൊടുത്തിട്ടാ. ഇതെന്താ വെച്ചിട്ട് ഇത് ഇത്രയ്ക്ക് ഇതിൽ വെട്ടിയിട്ടേ ഇതിനെ ഒരു കുറ്റിയടിച്ച് നിർത്തിയിട്ട് ഇതിനെ സ്ട്രോങ് ആക്കി നിർത്തിയിട്ട് ഒരു കോല് പോലെ ആക്കിയിട്ട് ഒരു ഉണ്ടയാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതെ, കോഴിക്കോടിന്റെ മുകളിലേക്ക് പടർത്തി വിടുള്ളൂ. അല്ല, കോഴിക്കോടിന്റെ മുകളിലേക്ക് പോയിക്കോട്ടെ, എന്നാലും ഇത് ഒരു പൊളഞ്ഞിട്ടല്ലേ കിടക്കുന്നുണ്ട്, വളഞ്ഞിട്ടല്ലേ കിടക്കുന്നുണ്ട്. ഇതിന് നേരെ ആക്കണത്, കുറ്റിയടിച്ചിട്ട് ഇരുമ്പിന്റെ കുറ്റിയടിച്ചിട്ട് കാല് വെച്ച് കുറ്റിയടിച്ചിട്ടേ. ചേട്ടാ ഇവിടെ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറ്റിയടിക്കേണ്ടി വരില്ലേ? മുള്ളു നോക്കിയേ. പക്ഷെ ഇത് വളഞ്ഞു, ലോഡ് കൂടിയിട്ട് വളഞ്ഞു. ഇത് ശരിയാക്കി എടുക്കണം തന്നെ, നല്ല ഭംഗി പോവാൻ. പിന്നെ ഇതിനെയൊക്കെ ഇവര് ഒതുക്കി ഈ സാധനത്തിനൊക്കെ ഇങ്ങനെയൊക്കെ വലിപ്പം. പിന്നെ മറ്റേ കലാത്തിയനെയൊക്കെ ഉണങ്ങി ഇതെല്ലാതും കളഞ്ഞു. ഇനി മഴ ഇങ്ങോട്ട് പെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇവിടെ വരെ മാറ്റം. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ ഇവിടെ ഇനി ചെയ്യാനുള്ളത്, നമുക്കിവിടെ ചെയ്യാനുള്ള പണികൾ രണ്ടാളും കൂടെ വാ. ലാമ് ചക്കിൻ്റെ അവിടെ ഇട്ടാ, ഈ സാധനത്തമ്മ ചക്കിൻ്റെ അവിടെ ചേർത്തായിട്ട് ചക്ക വീണ്ടും പൊടിച്ചു തുടങ്ങി കണ്ട. ചക്ക പൊടിച്ചു തുടങ്ങി ഈ സമയത്ത്. അപ്പം നല്ല സൗകര്യമായി. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് മുടി വളർത്തി കാട്ടാളം പോലുള്ള മുടിയൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ബാർബർ ഷോപ്പിൽ പോയിട്ട് നല്ല പോലെ വെട്ടി ഒതുക്കി നല്ല ഭംഗിയാക്കില്ലേ. അപ്പം നമുക്ക് കിട്ടുന്ന സുഖമില്ലേ, ആ സുഖമാണ് ഞാനിവിടെ അനുഭവിച്ചറിയുന്നത്. അതിലൊരു വ്യത്യാസമുണ്ട്. അത് അങ്ങനെ ഭയങ്കരമായിട്ട് മുടി വളർന്നിട്ടുള്ളവരില്ലേ, അവരെ പെട്ടെന്നൊക്കെ ഒതുക്കി വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവരെ കാണുമ്പോൾ നമുക്കൊരു ഭംഗിയില്ലായ്മ പോലെ തോന്നാം. നിറയെ മുടി ഇങ്ങനെ കിടന്നിട്ട് അത് വെട്ടി ഒതുക്കി കഴിയുമ്പോൾ പിന്നെ 2 ദിവസം കണ്ട് ശരിയാവണം. അല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ജഗ്ഗും ജോവിനും ഇരിക്കുകയാണ് വർത്താനം പറഞ്ഞ്. ഇതിനാണ് സരിത പറഞ്ഞു നല്ല ഭംഗിയായിട്ട്. ഞാൻ വെട്ടിയതിനേക്കാൾ അത്രയും ഭംഗിയായിക്കണം ഒരു വെട്ടിയിട്ട് കണ്ട. നമുക്ക് അങ്ങനെ ഷേപ്പിൽ വെട്ടാൻ അറിയില്ലല്ലോ. പിന്നെയുള്ളത് നോക്കിയാൽ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഈ വാർപ്പ് കാലം ഇരിക്കുന്നത്, അതിൻ്റെ വേര് പിടിച്ചോണ്ട് നോക്കിയതാ. വേര് പിടിച്ച് കയറണ്ട, ഒട്ടി നമ്മൾ ഒട്ടി. ഇപ്പോൾ ഇതുവരെ ഇപ്പോൾ കാലൊക്കെ കുഴിച്ച് ഭംഗിക്കാക്കി. പക്ഷെ ഇതിന്റെ മുകളില് മറ്റേ പൈപ്പ് ഇടാനായിട്ട് എടുത്തിട്ടുണ്ടാ? ഇത് ചേട്ടൻ എടുത്തിട്ട് കുഴി ഇല്ലേ ആഴം കൂട്ടി വീഡിയോ ചെയ്തുട്ടാ ഇതൊക്കെ. കാരണം ഇത് പിടിച്ച് കേറി തുടങ്ങിയ പിന്നെ കേറി ചിലപ്പോ ഇത് അങ്ങനെ കുഴിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ മറയും. അത് കാരണം എല്ലാം ഞാൻ ഈ ഒക്കെ പറിച്ചു. ഈ 3 പറിച്ചല്ലോ, 3 പറിച്ചിട്ട് കുഴി ഒന്നുകൂടി താത്തി കുഴിച്ചിട്ടു. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജോവിനും ജഗും ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എനിക്ക് പറ്റില്ലായിരുന്നു. ഇന്നല്ല കുറേ ദിവസം, അതൊരു കുറച്ച് രണ്ടാഴ്ചയൊക്കെ ഇതുണ്ട്. ഇപ്പോൾ ഒരു പിടിച്ചു. ഇനിയിപ്പോൾ ഈ പൈപ്പ് ഇട്ടിട്ട് മുകളിൽ ഇതാക്കിയിട്ട് ടയർ വയ്ക്കാനായിട്ടേ അത് സുമേഷിനെ വിളിച്ചിട്ട് അവന് വരാനായിട്ട് വലിയ തിരക്ക് പണി കണ്ടമാനം. അപ്പോൾ സരിതാര അച്ഛനെ വിളിച്ചിട്ട് അത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അച്ഛൻ ചെയ്തു തരുമെന്ന് അറിയില്ല, പറഞ്ഞു നോക്കാം അച്ഛനോട്. അച്ഛൻ ഇടുക്കിയിലൊക്കെ പോയിട്ട് ലിഫ്റ്റൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അച്ഛൻ എന്താ ഇവിടെ വന്നിട്ട് ഇതൊന്നും ചെയ്ത് തന്നാലേ. നാളെ ഇടുക്കിയിൽ പോയിട്ട് ലിഫ്റ്റ് പണിത് കൊടുക്കാൻ പോയില്ലേ?
എവിടെ ഇടുക്കിയിൽ കട്ടപ്പനയെ തേക്കടിയെ എന്നിട്ട് നേര്യമംഗലം നേര്യമംഗലം അങ്ങനെ എന്താ സ്ഥലം നമ്മുടെ നമ്മള് പോയില്ലേ മറ്റേ മറയൂർ ശർക്കരയുടെ ആ വശത്താന്ന് പറഞ്ഞ അവര് വീടിന്റെ അടുത്താണ്. അവിടേക്ക് പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും കൂടിയിട്ട് പോയി. എന്നിട്ട് അവിടെ തേക്കടിയിലേക്ക് പോയി. അങ്ങനെ എവിടേക്കൊക്കെയോ കറങ്ങാനൊക്കെ പോയി. ഇതാരെങ്കിലും മാന്തിട്ടെ അതിപ്പോ ചാർലിയും ഇമ്രാനും കൂടിയിട്ട് ഇപ്പൊ ചെയ്ത പണിയാ. അപ്പൊ മൊത്തത്തില് ഗ്ലാമർ അതിന്റെ ഇനി ആ സാധനം ഒന്ന് ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല രസമായിരിക്കും. നമുക്ക് ഇവിടെ നടക്കാനൊരു പേടിയായിരുന്നു. ഭയങ്കര കനത്തില് പുല്ല് വന്നപ്പോഴേ ഇതിന്റെ ഉള്ളിൽ വല്ല ഈ ഓസ് കെടുക്കണത് വരെ കണ്ടോടന്നില്ല. യോസിനെ വരെ മൂടിപ്പോയി. അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു വലിയ പാമ്പ് കിടന്നാലും അറിയില്ലേ നമ്മള്. അത്രയ്ക്കും പുല്ല് ഹൈറ്റ് ആയിട്ട്. ഇനിയിപ്പോ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഭംഗിയായി മൊത്തത്തിൽ. ഇനിയിപ്പോ നാളെ അവര് വന്നിട്ട് ഇത് ബെഞ്ച് പിടിച്ചിടും. അപ്പോൾ എൻ്റെ നമ്മുടെ കംപ്ലീറ്റ് പൂർണ്ണതയിലേക്ക് എത്തി നമ്മള്. ഇനി ഒരു പണി ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. എല്ലാവട്ടം എങ്ങനെ പറയാറ് പുല്ല് വെട്ടൽ ഉണ്ടാവട്ടെ. എന്തായാലും പുല്ല് വെട്ടൽ 4 മാസം കൂടുമ്പോഴൊക്കെ വെട്ടേണ്ടി പരിപാലിക്കണം. 3 മാസം കൂടുമ്പോ എങ്ങനെയും പുല്ല് പരിപാലിക്കണം. കളപ്പുല്ല് വലിക്കല് മാസത്തില് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടാ. അപ്പൊ ഞങ്ങള് അടുത്ത പണിയിലേക്ക് പോട്ടെ.